ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി പ്രണവിനെയും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് ചെന്നിരിക്കുകയാണ് കേട്ടോ. പ്രണവാണെങ്കിലും മദ്യപിച്ച് വരുന്നത് കാണുമ്പോൾ അശോകന് ഒട്ടും തന്നെ പിടിക്കില്ല കേട്ടോ. അങ്ങനെ പ്രണവിനോട് ചോദിക്കുകയാണ്, എന്താ പ്രണവിനെ ഈ മദ്യപിച്ച് ഈ വീട്ടിലോട്ട്? അത് ഉടൻ തന്നെ ശിവാനി പറയാണ്, എന്തിനാ അച്ഛാ പ്രണവിനെ വഴക്ക് പറയുന്നത്? പിന്നെ ഞാൻ എന്താടി പറയേണ്ടത്? നീ മിണ്ടാതിരിക്കടി, പ്രണവിനോട് ചോദിക്കട്ടെ. അത് കേൾക്കുന്ന പ്രണവ് പറയണേ, എന്തിനാണ് ശിവാനിയെ വഴക്ക് പറയുന്നത്? ശിവാനിയെ ഇവിടെ വഴക്ക് പറയേണ്ട ആവശ്യം എന്താ? അത് കേട്ട ഉടൻ തന്നെ ശിവാനി പറയുന്നത് ശരിയാണ്, ഞാൻ ആ വീട്ടിൽ എന്തുമാത്രം പീഡനം അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയാം. എന്നിട്ട് എൻ്റെ അച്ഛൻ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നീ നിൻ്റെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രണവിനെ വീഴ്ത്തുന്നത് പോലെ എന്നെ വീഴ്ത്താൻ നോക്കണ്ട. പ്രണവ്, ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ അമ്മ പാറു എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തി വലുതാക്കിയത്. ആ ഒരു ചിന്ത എന്നും നിന്നിൽ ഉണ്ടാവണം. എൻ്റെ മകൾ അങ്ങനെയുള്ളവളല്ല. അച്ഛനമ്മമാരുടെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ആ ഒരു ഗുണമൊന്നും ആ ഒരു നന്ദിയൊന്നും അവളിലില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ പറയട്ടെ, നീ നിൻ്റെ അമ്മയുടെ സങ്കടം കണ്ടറിയണം. നീ ആ വീട് വിട്ടിറങ്ങിയപ്പോൾ ഇവൾക്കൊപ്പം നീ വീട് വിട്ടിറങ്ങിയത് എന്തിനാ? ഇവളുടെ ജീവിതം ഇവൾ ഓരോ ദിവസം തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിൻ്റെ കുടുംബം നീ എന്തിനാ ഇല്ലാതാക്കുന്നത്? ഇവൾ കാരണം ഇവൾക്കൊപ്പം നീ ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു എന്ന് പ്രണവിനോട് പറയുമ്പോൾ പ്രണവ് പറയണം, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അത് കേട്ട ഉടൻ തന്നെ അവിടെ ഒന്ന് പെട്ടെന്ന് പതറിപ്പോവാണ് അശോകൻ. പിന്നീട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര, ഇവനെ അങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവരെ വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ താനൊന്ന് മാറ്റിപ്പിടിക്കണം. അതുകൊണ്ട് അശോകൻ പറയണേ, പ്രണവ്, ഈ വീട്ടിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയം കയറി വരാം. പക്ഷേ നീ നിൻ്റെ അമ്മയുമായി വഴക്കിട്ട് കയറി വരാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ നീ ഈ വീട്ടിൽ നിൽക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പില്ല. അപ്പോൾ അത് കേൾക്കുന്ന രേണുക പറയണം, എതിർപ്പില്ലെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒന്നപാട് നിങ്ങളുടെ ആ നിധിയെക്കുറിച്ചുള്ള കുറേ ഗുണമഹിമകൾ പറയാൻ വേണ്ടിയല്ലേ പ്രണവിനെ നിങ്ങൾ ഇവിടെ തടഞ്ഞു നിർത്തിയത്? എന്നിട്ട് എൻ്റെ മകളുടെ കുറ്റവും അപ്പോഴേക്കും അവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആ ഒരു തരം കുത്തുവാക്കുകൾ പറയുന്ന നിധിയുടെ പേര് കേട്ട പൊട്ടിത്തെറിക്കാനുള്ള ദേഷ്യ മനോഭാവമാണ് പ്രണവിനുള്ളത് എന്ന് നന്നായി രേണുകൾക്കും അറിയാം. അങ്ങനെ രേണുക അത് പറയുമ്പോൾ ഉടൻ തന്നെ അശോകൻ പറയണേ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നിൻ്റെ വായടക്ക്, ഞാൻ സംസാരിക്കുന്നത് പ്രണവിനോടാണ്. പ്രണവിനോട് പറയേണ്ടത് ഞാൻ പ്രണവിനോട് പറഞ്ഞോളാം. അതുകൊണ്ട് തന്നെ പ്രണവ്, ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ അമ്മയെ അവിടെ തനിയാക്കി പോന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അത് കേൾക്കുന്ന പ്രണവ് പറയുന്നത്, അങ്കിൾ, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് പ്രശ്നം ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നതല്ലേ? എന്നാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കാഞ്ഞ പോരെ? ഞാനങ്ങ് ഇറങ്ങിക്കോളാം. അത് കേട്ടോടെ തന്നെ അശോകൻ പറയാം, അയ്യോ പ്രണവ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അമ്മയുമായി വഴക്കിട്ട് വരരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എത്ര വേണമെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം, പക്ഷെ അത് അമ്മയുമായി വഴക്കിട്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാനിട്ടോ. അങ്ങനെ ഈ സമയം ഇത് കേൾക്കുന്ന പ്രണവ് പറയണം, മതി ശിവാനി, നിൻ്റെ അച്ഛൻ്റെ സംസാരം കേട്ടല്ല അറിയാം ഈ വീട്ടിൽ നമ്മൾ നിൽക്കുന്നത് നിൻ്റെ അച്ഛന് ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഇടത്ത് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, വാ പോവാം എന്നും പറഞ്ഞിട്ട് പ്രണവ് ശിവാനിയും വിളിച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം നിധിയും ഗൗതമുമാണ് കേട്ടോ. നിധിക്ക് വലിയ ടെൻഷനാവുകയാണ്. നിധി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഗൗതമിനും അതേ ടെൻഷൻ, പ്രണവ് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത്. അപ്പോഴാണ് നിധി കയറി വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം ചോദിക്കുകയാണ്, എന്തായി പാറുവിൻ്റെക്ക്, പാറുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ചെറിയ മയക്കത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യം തൻ്റെ മകൻ എവിടെ എന്നാണ്. എന്തുത്തരം നമ്മൾ നൽകും? അപ്പോൾ അത് കേട്ട ഉടനെ, ശരിയാ, അവൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയത്തില്ലല്ലോ, എന്നാൽ അവനെ വിളിച്ചു കൊണ്ടുവരായിരുന്നു എന്ന് ഗൗതം പറയുമ്പോൾ നിധിയുടെ ഫോൺ അടിക്കുന്നു കേട്ടോ. അത് കണ്ടുടനെ നിധി പറയണം, അമ്മാവനാണല്ലോ, എന്താ അമ്മാവൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിക്കാൻ, നീ എന്തായാലും ഫോൺ എടുക്കേ എന്ന് ഗൗതം പറയുന്നു. അങ്ങനെ ഫോൺ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തുടൻ തന്നെ, എന്താ അമ്മ വിളിച്ചത്? ഞാനൊരു കാര്യം പറയാൻ വിളിച്ചത്. എന്ത് കാര്യം? ശിവാനിയും പ്രണവും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. ആണോ എന്ന് ഗൗതം ചോദിക്കുകയാണ്. എന്നിട്ട് അങ്കിൾ അവിടെ ഉണ്ട് അവർ? അപ്പോൾ അത് കേട്ടോടനെ, ഇല്ലല്ലോ മക്കളെ, അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതെങ്ങനെ? അത് അവനോട് ഒന്നോ രണ്ടോ ഞാൻ സംസാരിച്ചു. അവൻ്റെ അമ്മയുമായി വഴക്കിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ ഗൗതം പറയണേ, അങ്കിൾ എന്ത് പണിയാണ് കാണിച്ചത്? അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു. ഇപ്പോൾ അവൻ എങ്ങോട്ട് പോയി? ഞാൻ അവനെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അവൻ്റെ അമ്മയുമായി വഴക്കിടരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ഒരുപക്ഷെ അവനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ചു വന്നാലോ? അത് കേട്ട ഉടനെ അങ്കിൾ ചെയ്ത വലിയ വിഡ്ഢിത്തരമായി. അപ്പോഴേക്കും നിധി പറയണം, അമ്മാവൻ ഇപ്പോൾ ചെയ്ത വിഡ്ഢിത്തരമായി. പ്രണവിനെ അവിടെ പിടിച്ചു നിർത്തിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വഴക്കിട്ടിട്ടാണ് അവൻ പോയത്. പക്ഷെ അവനെ കൈകളിൽ കിട്ടണമെങ്കിൽ അവിടെ പിടിച്ചു നിർത്തണമായിരുന്നു എന്ന് പറയുമ്പോൾ, മക്കളെ സംഭവിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇനിയിപ്പോൾ പ്രണവിനെ നമ്മൾ എവിടെ കണ്ടെത്തും എന്നുള്ള ആ ഒരു ആലോചനയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് CKC ആണ്. CKC ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ CKC എല്ലാ സന്തോഷത്തിലാണ്. അപ്പോഴാണ് CKCയുടെ ഭാര്യ താഴോട്ട് ഇറങ്ങി വരുന്നത്.
അങ്ങനെ അവരിറങ്ങി വരുമെന്ന് കാണുമ്പോൾ CKC പറയണേ, എടി നാളെ നമ്മളുടെ ദിവസത്തിൻ്റെ ആ ഒരു ഓർമ്മ നിനക്കുണ്ടോ? നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ദിവസമാണ്. അത് കേട്ട ഉടനെ എന്ത് സ്പെഷ്യലാണ് ഉള്ളത് നാളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നാളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് നമുക്കിടയിൽ ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ വിവാഹം കഴിഞ്ഞ ആ വെഡ്ഡിങ് ആണ്. അത് നീ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറുകൾ ഒറ്റയേറ് CKCയുടെ മുഖത്തോട്ട് CKCയുടെ ഭാര്യ എറിയാണ് കേട്ടോ. ഇത് ജ്യോതിർമയാണ്. അപ്പോൾ ജ്യോതിർമയി എറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിനോടുകൂടി CKC ചോദിക്കുകയാണ്, താൻ എന്താടോ ഈ പേപ്പറുകൾ എറിഞ്ഞിരിക്കുന്നത്? നാളെ നമ്മുടെ വെഡ്ഡിങ് എങ്ങനെ ആഡംബരമായി കഴിക്കാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇനി ഇതൊക്കെ എടുത്തെറിഞ്ഞത്. പിന്നെ ഞാൻ എന്ത് വേണം? അതെ, നാളെ വെഡ്ഡിങ് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലെ ഡ്രൈവറായി നടന്നിരുന്ന എന്നെ നിങ്ങൾ വിവാഹം കഴിച്ചു, എന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. എന്നിട്ട് ഇന്നിപ്പോൾ നിങ്ങൾ എൻ്റെ ചെയർമാൻ പോസ്റ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്ന ഒരു ഔദാര്യമാണ്. പക്ഷേ ആ പോസ്റ്റിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കമ്പനി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? കമ്പനി ഓരോ ദിവസവും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ CEO പോസ്റ്റും മറ്റുള്ള പോസ്റ്റും എല്ലാം കൂടി നിങ്ങളുടെ തലയിൽ വെച്ച് തന്നപ്പോൾ പണത്തിൻ്റെ മൂല്യം എന്തെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാതെ കഴിഞ്ഞു. പണം എങ്ങനെ കഷ്ടപ്പെട്ട് എവിടെ നിന്നും വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ കഴിഞ്ഞു. ഡ്രൈവറായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണത്തിൻ്റെ വില അറിയായിരുന്നു. ഏത് സമയത്തും ഗൗതമുമായി വഴക്കിട്ട് ഗൗതം ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിലും ഗൗതം ബിസിനസ്മാൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനി നഷ്ടത്തിലോട്ടാണ് ഓടുന്നത്. അത് കേൾക്കുന്ന CKC പറയണം, ഞാൻ എന്ത് ചെയ്യാനാണ് ജ്യോതിർമയി? ഒരുപാട് CKC ഗൗതമിനെ തകർക്കാൻ നോക്കിയതല്ലേ? അത് കേട്ടോടെ തന്നെ നിങ്ങൾ നിർത്തൂ. നിങ്ങൾ ഒരുപാട് കാലമായി ഈ വാക്കുകൾ പറയുന്നു, എന്നിട്ട് അതിനും കുറേ പണം അങ്ങ് കളയും. എന്നിട്ട് എന്ത് കാര്യം? നിങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 1 വർഷം നിങ്ങളുമായി ഇനി ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. ഒരു വണ്ടി ഓടിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ ഒരു ഡ്രൈവറായിരുന്ന നിങ്ങളെ ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇന്നിപ്പോൾ ഈ നിലയിൽ നിങ്ങളെ ഞാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമ്പനി നല്ല നിലയ്ക്ക് എത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങ് കളഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് CKCയോട് പറയുമ്പോൾ, ജ്യോതിർമയി നീ ക്ഷമിക്ക്, ഞാൻ എന്തായാലും അടുത്ത വർഷം കൊണ്ട് തീർച്ചയായും ഞാൻ അടുത്ത വർഷം ഗൗതമിന് കൊടുക്കില്ല. ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഞാനെന്ന ആ അവാർഡ് ഞാൻ മേടിച്ചിരിക്കും. കമ്പനി നല്ല ഒരു ലാഭത്തിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഉടൻ തന്നെ ജ്യോതിർമയി പറയണേ, എനിക്ക് അങ്ങനെയൊന്നുമല്ല. എങ്ങനെ ഗൗതമിനെ വീഴ്ത്താമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഗൗതമിനെ കൊണ്ട് വീഴ്ത്താനും കഴിയില്ല. ആ പ്രണവിനെ വരുതിക്കാക്കി പ്രണവിനെ നമ്മുടെ കൈക്കുള്ളിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഗൗതം വീഴുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ CKCക്ക് ഗൗതമിനോട് കൂടുതൽ ദേഷ്യവും വാശിയും ആവുകയാണ് കേട്ടോ. കാരണം തൻ്റെ ഭാര്യ തൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു, താനൊരു ദരിദ്രനായിരുന്നു, താനൊരു ഡ്രൈവറായിരുന്നു. എൻ്റെ വീട്ടിലെ ഡ്രൈവറെ പിടിച്ച് ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടും അതിൽ ചെയർ പോസ്റ്റ് തനിക്ക് തന്നതുകൊണ്ടും താൻ ആ കമ്പനിയുടെ CEO ആയി നിൽക്കുന്നത് കൊണ്ടും തനിക്ക് പണത്തിൻ്റെ വാല്യൂ എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പരിഹസിച്ച ആ ദിവസത്തെക്കുറിച്ച് ഓർത്ത് താനിങ്ങനെ എന്തോ ഒരു മാതിരി ആവുകയാണ് കേട്ടോ. CKCക്കേടാ ഗൗതം, ഈ കാരണം എൻ്റെ ഭാര്യ എൻ്റെ മുഖത്തടിച്ചത് പറഞ്ഞെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എൻ്റെ ഭാര്യനെ ഒഴിവാക്കുമെന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായും നിന്നെ എനിക്ക് വെട്ടി വീഴ്ത്തേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സീരിയൽ ഏകദേശം കഴിയാറായി തുടങ്ങുകയാണ് കേട്ടോ. കഴിയാറായി എന്ന് പറഞ്ഞാൽ CKCയുടെ പതനം തുടങ്ങുകയാണ്. ഗൗതമിൻ തൻ്റെ മകനാണെന്ന് അറിയുമ്പോൾ ജ്യോതിർമയുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീമേക്കിൽ ഈ ഒരു സീരിയൽ കഴിഞ്ഞു കേട്ടോ.